ഒരിക്കൽ സത്യഭാമ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എന്നെ പോലെ ഒരു സാധാരണക്കാരിയെ അങ്ങ് ഭാര്യയായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് നാഥ? ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സത്യഭാമേ, നിന്റെ പൂർവ്വജന്മത്തിലെ അചഞ്ചലമായ ഭക്തിയാണ് കാരണം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കഥ സത്യഭാമയ്ക്ക് വിവരിച്ചു കൊടുത്തു. മുൻ ജന്മത്തിൽ നീ ഒരു ഹരിഭക്തയായിരുന്നു. ഒരു രാക്ഷസൻ നിന്റെ ഭർത്താവിനെയും നിന്റെ പിതാവിനെയും വധിച്ചു. ആ ദുരിതത്തിൽ അവരുടെ അന്ത്യകർമ്മങ്ങൾക്കായി നിന്റെ എല്ലാ വസ്തുക്കളും പൂജിച്ചിരുന്ന ഭഗവാൻ നാരായണന്റെ വിഗ്രഹം പോലും വിൽക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ട നീ പിന്നീട് ഒരു തുളസിച്ചെടിക്ക് വെള്ളം നൽകി ഭഗവാനെ ആരാധിച്ചു തുടങ്ങി. മാസങ്ങളോളം വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചിരുന്ന ഒരു ദിവസം വിശന്നു വലഞ്ഞ ചില മുനിമാർ ഭിക്ഷയാചിച്ച് നിന്റെ കുടിലെത്തി. അവർ നിന്നോട് ഭക്ഷണം ചോദിച്ചു. എന്നാൽ നിന്റെ കയ്യിൽ ഒരു ഭക്ഷണവും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് അവർക്ക് വെള്ളം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞു. എന്നാൽ മുനിമാർക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്തതിനാൽ നീ ദുഃഖിച്ച് ക്ഷമ ചോദിച്ചു. ആ സമയം അത്ഭുതകരമായി അടുക്കളയിൽ ദിവ്യമായ സുഗന്ധത്തോടെ ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടു. ഭക്ഷണം കണ്ട് സന്തോഷിച്ച നീ ഭഗവാന് നന്ദി പറഞ്ഞു. മുനിമാർക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി അവരെ തൃപ്തിപ്പെടുത്തി. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോട് പറഞ്ഞു, പ്രിയേ, വിഗ്രഹം പോലും വിൽക്കേണ്ടി വന്ന ദുരിതത്തിലും നീ ഭഗവാനിലുള്ള വിശ്വാസം കൈവിട്ടില്ല. മറ്റെല്ലാം നഷ്ടപ്പെട്ടിട്ടും വിശന്ന അതിഥികളെ സൽക്കരിക്കാൻ നീ കാണിച്ച ആ വലിയ മനസ്സും തുളസിയിലുള്ള ഭഗവാനോട് നീ കാണിച്ച അചഞ്ചലമായ ഭക്തിയുമാണ് എന്നെ നിന്നിലേക്ക് ആകർഷിച്ചത്. ആ നിഷ്കളങ്കമായ ഭക്തിയാണ് നീ ഇന്ന് എന്റെ പ്രിയ പത്നിയായി ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം. ഭക്തിയുടെ ആഴവും പ്രതിസന്ധിയിൽ പോലും ഭഗവാനിലുള്ള വിശ്വാസം കൈവിടരുതെന്ന സന്ദേശവുമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യഭാമയുടെ മുൻജന്മവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.